ദക്ഷയാഗത്തിൽ പരമശിവന്റെ ആദ്യ ഭാര്യയായ സതീദേവി ദേഹത്യാഗം ചെയ്തതിനു ശേഷം ദുഃഖിതനായ ശിവൻ സദാസമയവും കൊടും തപസ്സിൽ മുഴുകി. ദാക്ഷായണിയായ സതീദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി പുനർജനിച്ചു. പാർവതി വളർന്ന് യുവതിയായി മാറിയപ്പോൾ ദേവലോകത്തു നിന്നും നാരദമുനി ഹിമവത് സന്നിധിയിൽ എത്തിച്ചേർന്നു. എന്നിട്ട് പരമശിവനെ ഭർത്താവായി ലഭിക്കുവാൻ പാർവതിയെ തപസ്സിന് അയക്കണമെന്ന് ഹിമവാനോട് പറഞ്ഞു. അതിൻ പ്രകാരം പാർവതി കൈലാസത്തിലെത്തുകയും ഭഗവാനെ ഭർത്താവായി ലഭിക്കുവാൻ കൊടും തപസ് ആരംഭിക്കുകയും ചെയ്തു. ഈ സമയം ദേവലോകത്ത് താരകൻ എന്ന പേരുള്ള ഒരു അസുരൻ ആക്രമണം നടത്തുകയും അയാൾ ഇന്ദ്രനെ കീഴടക്കുകയും ചെയ്തു. ശിവപുത്രന് മാത്രമേ താരകാസുരനെ വധിക്കുവാൻ പറ്റൂ. പക്ഷേ ശിവൻ കൊടിയ തപസ്സിലാണ്. അവസാനം ശിവന്റെ തപസ് മുടക്കി പാർവതിയിൽ അനുരാഗം ജനിപ്പിക്കുവാൻ ഇന്ദ്രൻ കാമദേവനെ കൈലാസത്തിലേക്ക് അയച്ചു. കാമദേവൻ തന്റെ പത്നിയായ രതിദേവിയുമായി എത്തി പുഷ്പബാണങ്ങൾ ശിവന് നേരെ ഉതിർത്തു. ശിവകോപം ജ്വലിച്ചു. ഭഗവാന്റെ തൃക്കണ്ണ് തുറന്നു. ആ മൂന്നാം കണ്ണിൽ നിന്നും അതിശക്തമായ അഗ്നിജ്വാലകൾ പുറപ്പെട്ടു. ആ അഗ്നിയിൽ കാമദേവൻ ഭസ്മീകരിക്കപ്പെട്ടു. പിന്നീട് ഭഗവാൻ പാർവതിയെ തിരുവാതിര നാളിൽ വിവാഹം ചെയ്തു. കാമദേവനെയും പുനർജനിപ്പിച്ചു. അതിനുശേഷം ശിവപാർവതിമാർ കൈലാസത്തിൽ താമസമാക്കുകയും സുബ്രഹ്മണ്യൻ എന്ന പുത്രൻ ജനിക്കുകയും ആ പുത്രൻ താരകാസുരനെ വധിക്കുകയും ചെയ്തു. ശിവപാർവതിമാരുടെ മറ്റൊരു പുത്രനാണ് വിഘ്നേശ്വരനായ ഗണപതി.